മക്കയിൽ തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സത്യസന്ധത കൊണ്ടും മാന്യമായ പെരുമാറ്റം കൊണ്ടും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. കച്ചവടത്തിലായാലും സംസാരത്തിലായാലും അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞിരുന്നില്ല. ഇതു കാരണം മക്കക്കാർ അദ്ദേഹത്തിന് അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്നും അസ്വാദിഖ് സത്യസന്ധൻ എന്നും പേരിട്ടു. ആളുകൾ തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് വിശ്വസ്തനായ മുഹമ്മദിനെയായിരുന്നു. മക്കയിൽ അന്ന് ഗോത്രങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങളും അനീതികളും നടക്കാറുണ്ടായിരുന്നു. മക്കയ്ക്ക് പുറത്തു നിന്നും വരുന്ന കച്ചവടക്കാരെ ചില പ്രമാണിമാർ പറ്റിക്കാറുണ്ടായിരുന്നു. ഈ അനീതിക്കെതിരെ പോരാടാൻ മക്കയിലെ ചിലർ ചേർന്ന് ഒരു കരാറുണ്ടാക്കി. അതിനെയാണ് ഹിൽഫുൽ ഫുലൂൽ എന്ന് വിളിക്കുന്നത്. മക്കയിലെ തീർത്ഥാടന കാലത്ത് യമനിലെ സബീത്ത് എന്ന സ്ഥലത്ത് നിന്ന് ഒരു കച്ചവടക്കാരൻ കുറച്ച് സാധനങ്ങളുമായി മക്കയിലെത്തി. മക്കയിലെ പ്രമുഖനും ഖുറൈശി നേതാവുമായ ആസ് ബിൻ വായിൽ ഇയാളിൽ നിന്നും കച്ചവട സാധനങ്ങൾ വാങ്ങി. സാധനങ്ങൾ കൈപ്പറ്റിയെങ്കിലും ആസ് ബിൻ വായിൽ അതിൻ്റെ പണം നൽകാൻ തയ്യാറായില്ല. യമനി കച്ചവടക്കാരൻ പലതവണ പണം ചോദിച്ചെങ്കിലും ആസ് ബിൻ വായിൽ അദ്ദേഹത്തെ ആട്ടിയോടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മക്കയിൽ വലിയ സ്വാധീനമുള്ള ആസ് ബിൻ വായിലിനെതിരെ പ്രതികരിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. തൻ്റെ അവകാശം നഷ്ടപ്പെട്ട ആ പാവം മനുഷ്യൻ നിസ്സഹായനായി. ഒടുവിൽ അദ്ദേഹം മക്കയിലെ അബൂ ഖുബൈസ് മലയിൽ കയറി നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു: "അല്ലയോ ഖുറൈശികളെ, അന്യനാട്ടുകാരനായ ഒരു കച്ചവടക്കാരൻ്റെ ധനം ഇവിടെ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. പവിത്രമായ ഈ മക്കയിൽ നീതി എവിടെ?" അദ്ദേഹത്തിൻ്റെ ഈ രോദനം മക്കയിലെ ചില മാന്യന്മാരുടെ ഹൃദയത്തിൽ തട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബാണ് ഇതിനെതിരെ ആദ്യമായി രംഗത്തു വന്നത്. സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിൽ മക്കയിലെ പ്രമുഖരായ അബ്ദുള്ള ഇബ്നു ജുദ്ആൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഖുറൈശികളിലെ പ്രധാന ഗോത്രങ്ങൾ ഒത്തുകൂടി. അവിടെ വെച്ച് അവർ ഒരു കരാറിൽ ഒപ്പുവെച്ചു. മക്കയിൽ വെച്ച് ആർക്ക് അനീതി നേരിട്ടാലും, അവൻ നാട്ടുകാരനായാലും വിദേശിയായാലും, അവന് നീതി ലഭിക്കുന്നത് വരെ നമ്മൾ അവനൊപ്പം നിൽക്കും. അക്രമികൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടും. ഈ ഉടമ്പടി നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 20 വയസ്സായിരുന്നു. അവിടുന്ന് ഈ കരാറിൽ അതീവ താൽപര്യത്തോടെ പങ്കെടുത്തു. നബിയും കൂട്ടുകാരും ചേർന്ന് ആസ് ബിൻ വായിലിൻ്റെ അടുത്തേക്ക് പോയി. യമനി കച്ചവടക്കാരൻ്റെ പണം തിരികെ വാങ്ങി നൽകി നീതി നടപ്പിലാക്കി. പ്രവാചകത്വത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു: "അബ്ദുള്ള ബിൻ ജുദ്ആന്റെ വീട്ടിൽ വെച്ച് നടന്ന ആ ഉടമ്പടിക്ക് ഞാൻ സാക്ഷിയാണ്. ചുവന്ന ഒട്ടകങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് ആ കരാർ. ഇസ്ലാം വന്ന ശേഷവും അത്തരമൊരു നീതിയുടെ ഉടമ്പടിക്ക് ആരെങ്കിലും എന്നെ ക്ഷണിച്ചാൽ ഞാൻ അത് സ്വീകരിക്കും." ഈ സംഭവമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നീതിമാൻ എന്ന പേര് കൂടുതൽ ഉറപ്പിച്ചു നൽകിയത്. പിതൃവ്യ സഹോദരൻ അബൂ ത്വാലിബിന് ഒരു ഭാരമാകാൻ നബി തങ്ങൾ ആഗ്രഹിച്ചില്ല. അദ്ദേഹം കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറ്റുള്ളവരുടെ സാധനങ്ങൾ കച്ചവടം ചെയ്തു കൊടുക്കുകയും അതിൽ നിന്നും കിട്ടുന്ന ലാഭം കൊണ്ട് അബ്ദുൽ മുത്തലിബിനെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലെ കൃത്യതയും ലാഭവും മക്കയിലുടനീളം സംസാര വിഷയമായി. മക്കയിലെ മറ്റു യുവാക്കൾ വിനോദങ്ങളിലും ചൂതാട്ടങ്ങളിലും ഏർപ്പെട്ടിരുന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. വിഗ്രഹാരാധനയോടോ മക്കയിലെ അനാചാരങ്ങളോടോ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി.